ॐ ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकं। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधाकानमोस्तुते तप्तकाञ्चगौरङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये लादिनी शक्तिस्वरूपाय गौराङ्गसुहृदाय च कृष्णभक्तिप्रदे नित्यं गदाधरं नमोऽस्तु ते। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधरा श्रीवासदि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। अचमाबाइनम हरिदासवरम हरिदास निवासवरम हरिदास शास्त्री बाबा जी की जय, सत्यनारायण दास बाबा जी की जय, दास बाबा जी की जय। हरे कृष्ण हरे कृष्ण। വിശേഷപ്പെട്ട എല്ലാ വൈഷ്ണവർക്കും നിങ്ങളുടെ പത്മപാദങ്ങളിൽ കോടി ദണ്ഡവത് പ്രണാമം. പഞ്ചകൽപ്പതരൂപശ്ച കൃപാ സിന്ധു പ്രജാപതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, സൗണ്ട് ഇതായി പോകുന്നു പ്രഭുജി. ഹരേ കൃഷ്ണ. ക്ലിയർ ആണോ മാതാജി? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. ഹരിബോൾ ഹരിബോൾ. ഹരേ കൃഷ്ണ. അപ്പോ നമ്മളുടെ ഈ സത്സംഗത്തിലേക്ക് ആദ്യകർത്ത പ്രഭു എന്നെ ക്ഷണിച്ചു. അപ്പോ അദ്ദേഹം എന്നെ അനുജൻ എന്നൊക്കെ വിളിച്ചു. അദ്ദേഹത്തിന്റെ പത്മവാദങ്ങളിൽ അനുജനൊന്നും ആവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ചെറിയൊരു ഒരു ഭക്തനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പത്മവാദങ്ങളിൽ കോടി ദണ്ഡവത് പ്രണാമം. ഇതുപോലൊരു സത്സംഗത്തിൽ എന്നെ ക്ഷണിച്ചതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സത്യം പറഞ്ഞാല് നിങ്ങൾക്ക് അങ്ങനെ ക്ലാസ് എടുക്കാനോ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാനോ ഉള്ള അറിവൊന്നും എനിക്കില്ല. നിങ്ങളെല്ലാവരും എന്നെക്കാളും വളരെയധികം സീനിയർ ആയിട്ടുള്ള വളരെയധികം വിശേഷ ഉന്നതരായ വൈഷ്ണവരാണ്. അപ്പോ ഈ ക്ലാസ് എന്നെ ക്ഷണിച്ചതിന് നിങ്ങളുടെ മുമ്പില് ഒരു കൊച്ചുകുട്ടി പറയുന്ന ആ ഒരു ലാഘവത്തില് എന്നെ നിങ്ങളെല്ലാവരും സ്വീകരിക്കണം. അപ്പോ അതുകൊണ്ട് എന്നെ ക്ലാസ്സിൽ ക്ഷണിച്ചതിന് കൃതജ്ഞത രക്ഷപ്പെടുകയാണ്. നാരായണീയം നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ഇനിയും 79 വരെ പഠിച്ചു വെച്ചിരിക്കുന്നു. 80 തൊട്ടാണ് എനിക്ക് താഴോട്ട് എടുക്കാനായിട്ട് തന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇടയ്ക്കൊരു ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ല പ്രഭു. ഹരേ കൃഷ്ണ. 1-2 അധ്യായം പഠിച്ചിട്ടുള്ളൂ. അറിയില്ല കേട്ടോ, ഞാനൊന്നും പഠിച്ചിട്ടില്ല. കുഴപ്പമില്ല, നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഒന്നേന്ന് തുടങ്ങും മാതാജി. ഹരേ കൃഷ്ണ. അപ്പോ 79 വരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 80-ാമത്തെ അധ്യായം മുതൽ താഴോട്ടാണ്. 79-ാമത്തെ അധ്യായം വരെ 79-ാമത്തെ അധ്യായത്തിന്റെ കണ്ടന്റ് രുക്മിണി സ്വയംവരമാണ്. അപ്പോൾ രുക്മിണി ദേവിയെ ഭഗവാൻ വിവാഹം ചെയ്യുന്നിട ഭാഗം വരെ നിലവിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില മാതാജിമാര് ഇല്ലായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന 80-ാമത്തെ അധ്യായം സ്യമന്തകോപാഖ്യാനമാണ്. അപ്പോ 79-ാമത്തെ അധ്യായത്തിൽ രുക്മിണി ദേവിയെ വിവാഹം ചെയ്യുന്ന ഭാഗമായിരുന്നെങ്കിൽ, ഒരു വിവാഹമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, നമുക്ക് ഈ അധ്യായത്തില് 2 വിവാഹത്തിന്റെ സന്ദർഭവും കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഭഗവാന്റെ ഹരേ കൃഷ്ണ. അപ്പോ
തുടക്കത്തിൽ ഒരു ചെറിയ ബ്രേക്ക് വന്നതുകൊണ്ടും ചില മാതാജിമാർ പുതുതായിട്ടുള്ളത് കൊണ്ടും ഞാനൊരു ഒരു മുഖവുര തരാം. എല്ലാവർക്കും അറിയാവുന്ന മാതാജിമാരാണ്, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും ഞാനൊരു അല്പം പറയാം. നാരായണീയം നമുക്കറിയാം. മഹാഭക്തനായ ഇപ്പത്തൂർ അദ്ദേഹം ഗുരുവായൂര് ഭഗവാന് വേണ്ടിയിട്ട് നിവേദിച്ച നിവേദ്യമാണ് നാരായണീയം. അപ്പോ തുടക്കം എന്താണ്? സാന്ദ്രാനന്ദാവബോധാത്മ അങ്ങനെ പറഞ്ഞ, അതായത് വിശാലമായ ഭഗവാനെ വർണ്ണിച്ചുകൊണ്ടാണ് നാരായണീയം ആരംഭിക്കുന്നത്. എവിടോ നിൽക്കുന്ന ഭഗവാൻ എന്ന് മാത്രമല്ല, രണ്ടാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു എന്താണ്? ദുർലഭമാണ് ഭഗവാൻ, ആർക്കും ലഭിക്കത്തില്ല. അത്രയധികം ദുർലഭമായ ഭഗവാനെ കുറിച്ച് മേൽപ്പത്തൂര് വർണ്ണിച്ചുകൊണ്ടാണ് നാരായണീയം ആരംഭിക്കുന്നത്. അവസാനം ഭാഗമാകുമ്പോഴത്തേക്ക് മേൽപ്പത്തൂരിന് മനസ്സിലാകുന്നു, അഗ്രേ പശ്യാമി, ദേ മുമ്പിൽ നിൽക്കുന്നു ഭഗവാൻ, അത്ര ദുർലഭമൊന്നും അല്ല, എല്ലാവർക്കും കിട്ടും. ഓരോ ഗോപിമാർക്കും ഓരോന്ന് വീതം കിട്ടി ഭഗവാനെ. അപ്പൊ അത്രയധികം സുലഭമാണ് ഭഗവാൻ. അത്രയധികം സുലഭമാണ് ഭഗവാൻ. അപ്പോ നമ്മൾ നാരായണീയം പഠിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഭഗവാനെ സുലഭമായി ലഭിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഭഗവാൻ എന്താ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കേൾക്കാത്ത, ഭഗവാൻ എന്തേ എവിടാ, കൃഷ്ണ 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 എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോ നമുക്ക് എല്ലാവർക്കും സുലഭമായിട്ട് നമ്മുടെ കൃഷ്ണൻ, എൻ്റെ കൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് നമുക്ക് അത്രയധികം അനുഭവ്യമാകാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുള്ള ഭഗവാന്റെ പത്മങ്ങളിൽ ശരണാഗതി ചെയ്തിട്ടുള്ള ഓരോ ഭക്തനും അത് അനുഭവമാണ്. അപ്പോ ആ അനുഭവം നമ്മളുടെ ജീവിതത്തിലും സദാ നമ്മളുടെ തോഴനായിട്ട്, നമ്മളുടെ ഉണ്ണിക്കണ്ണനായിട്ട്, നമ്മളുടെ കൃഷ്ണനായിട്ട് ഭഗവാൻ നമ്മളോടൊപ്പം നിൽക്കാനുള്ള ഈ നാരായണീയ യാത്ര ഞാനും കൂടെ നിങ്ങളോടൊപ്പം ചേരാണ്. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകണം. ഹരേ കൃഷ്ണ. അപ്പോ 80ാമത്തെ ദശകമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു ശ്രീമന്തോപാഖ്യാനം. അപ്പം നാരായണീയത്തിന്റെ പ്രത്യേകത, ഓരോ അധ്യായത്തിലും ഒരു പ്രത്യേക വൃത്തത്തിന്, ഛന്ദസ്സിന് ഒരു പ്രാധാന്യം കാണും. അപ്പം ഈ അധ്യായത്തിന്റെ പ്രത്യേകത വസന്തതിലകം എന്ന ഛന്ദസ്സിലാണ്. മറ്റ് ഛന്ദസ്സുകൾ വരുന്നുണ്ട്, ശിഖരണി വരുന്നുണ്ട്, പൃഥ്വി വരുന്നുണ്ട്, അങ്ങനെ പല ഛന്ദസ്സുകൾ വരുന്നുണ്ടെങ്കിൽ പോലും തുടക്കം മുതൽ ഒരല്പം പ്രാധാന്യം കൂടുതലുള്ളത് വസന്തതിലകം എന്ന ഛന്ദസ്സിനാണ്. ഛന്ദസ്സിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിലേക്കും ഞാൻ ഒത്തിരി പോകുന്നില്ല. എന്തായാലും മനസ്സിലാക്കുക, തൊട്ടു മുമ്പിലത്തെ 79ാമത്തെ അധ്യായത്തിലേതുപോലെ അത്ര സംഗീതാത്മകമായിട്ടുള്ള ഒരു അധ്യായമാവത്തില്ല. ഇത് കുറച്ചുകൂടെ ഒരു ഋക്കിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഋക്ക്, യജുസ്സു, സാമം അങ്ങനെ 3 തരത്തിൽ ശാസ്ത്രത്തെ വിഭജിക്കുന്നുണ്ട്. അപ്പം ഇതൊരല്പം കൂടെ ഋക്കാണ്, അതായത് ശ്ലോക രൂപേണയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ നമുക്ക് നാരായണീയത്തിന്റെ 80ാം അധ്യായം ശ്രീമന്തോപാഖ്യാനത്തിന്റെ 1ാമത്തെ ശ്ലോകത്തിലോട്ട് നമുക്കൊരല്പം ശ്രദ്ധിക്കാം. അപ്പം 1ാമത്തെ ശ്ലോകം ഞാൻ ചൊല്ലാം. അപ്പം മാതാജിമാര് എന്ത് ചെയ്യുക, ഉള്ള സ്ക്രിപ്ചറിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. വൃത്തം വസന്തതിലകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്രാജിതസ്തമത ലുബ്ധവധക്തലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭവന്നയാചി. തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം. തസ്യാത്മജാം തുയിരതാം ഛലതോ വിവോഢും. ഇതാണ് 1ാമത്തെ ശ്ലോകം. അപ്പോ മാതാജിമാരാരെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. 80ാം ദശകം, ശ്ലോകം 1. സത്രാജിതസ്ത്വമദലുപ്തവദർക്കലബ്ധം ദിവ്യം സമന്തകമണിം ഭഗവന്നയാചി. തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം.
തസ്യാത്മജാം ത്വയിരതാം ചലതോ വിവോഢും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ ഞാൻ ഏത് ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുവോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ചിലപ്പം ചില ഭാഗങ്ങളൊക്കെ വരുമ്പം പാടായിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, പറഞ്ഞാൽ മതി. ഹരേ കൃഷ്ണ. അപ്പോ ഒന്നാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയാണ്, അലയോ ഭഗവാൻ, അങ്ങ് നിരന്തരം സത്രാജിത്തിന് സൂര്യദേവനിൽ നിന്ന് കിട്ടിയതും ദിവ്യവുമായ സ്യമന്തകം എന്ന രത്നത്തെ ഒരു ലുബ്ധൻ എന്ന പോലെ യാചിച്ചു. ലുബ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തിനോടും താത്പര്യമുള്ളവൻ, അതായത് എല്ലാം സ്വീകരിക്കുന്നവൻ, യാചകൻ എന്ന് ഒരർത്ഥം. അല്ലെങ്കിൽ മോഹി, അതിമോഹി എന്നാണ് ലുബ്ധൻ എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. അപ്പം ലുബ്ധനെ പോലെ അങ്ങ് യാചിച്ചു. അതിനുള്ള കാരണം പലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സത്രാചിതസ്ത്വമഥ ലുബ്ധവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നെ യാചി. അങ്ങെന്ത് ചെയ്തു? ലുബ്ധനെ പോലെ സത്രാജിത്തിനോട് സ്യമന്തകമണി യാചിച്ചു. അപ്പോ ഇതിനകത്തില് രണ്ടാളുകളുണ്ട്, ഒന്ന് സത്രാജിത്ത്, ഒന്ന് സ്യമന്തകമണി. ഇത് കുറച്ച് എന്തുണ്ട് ബാക്ക് സ്റ്റോറീസ് ഇതിന് രണ്ടിനും ഉണ്ട്. സ്യമന്തകമണി വളരെ വിശേഷപ്പെട്ട മണിയാണ്. അതായത് സ്യമന്തകമണിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരുടെ കൈവശമുണ്ടോ, ആരാണോ ആ സ്യമന്തകമണിക്ക് ഉടമസ്ഥൻ, അയാൾക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ അല്ലെങ്കിൽ 1,00,000 സ്വർണ്ണ, അവരെത്ര സ്വർണ്ണ നാണയം ആഗ്രഹിക്കുന്നു, അവരെ സമ്പന്നനാക്കാൻ എത്ര സ്വർണ്ണ നാണയം വേണോ. ചില ആചാര്യന്മാര് പറയുന്നു, രാധാനാഥ പ്രഭുവിനെ പോലുള്ള ആചാര്യന്മാര് പറയുന്നു 1000 പൗണ്ട് സ്വർണമാണ് ഒരു ദിവസം എന്ത് ചെയ്യുന്നത്, സ്യമന്തകമണി തരുന്നതെന്ന്. അപ്പം ഇത്രയും അധികം ധനം, സൗന്ദര്യം, ധനം മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള ശ്രേയസ് പ്രദാനം ചെയ്യുന്ന വിശേഷപ്പെട്ട രത്നമാണ് സ്യമന്തകം. അപ്പൊ ഈ സ്യമന്തകം ആർക്ക് ലഭിച്ചു? സത്രാജിത്തിന് ലഭിച്ചു. എവിടെ നിന്ന് ലഭിച്ചു? സൂര്യദേവനിൽ നിന്ന് ലഭിച്ചു. അപ്പം എപ്രകാരമാണ് ഈ സ്യമന്തകം സത്രാജിത്തിന് ലഭിക്കുന്നതിനുള്ളത് കുറച്ച് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് ഈവൻ വൃന്ദാവനത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബാക്ക് സ്റ്റോറിയാണ്. അത്രയും പുറകോട്ട് പോകുന്നില്ല, നമ്മൾ ഒരു അല്പം പുറകോട്ട് പോകുന്നു. ലക്ഷ്മി ദേവിക്ക് കുബേരനോട് വളരെയധികം സ്നേഹം തോന്നുന്നു. ലക്ഷ്മി ദേവിയുടെ വലിയൊരു സേവകനാണ് ആര്? കുബേരൻ. നമുക്കറിയാം ലക്ഷ്മി ദേവി ധനത്തിന്റെ ദേവിയാണ്. കുബേരൻ ധനത്തിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഐശ്വര്യത്തിന്റെയും ധനത്തിന്റെയും ദേവിയാണ് ലക്ഷ്മി ദേവി. കുബേരൻ അതേപോലെ തന്നെ ധനത്തിനെ ഭൂമിയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ദേവനാണ് കുബേരൻ. അപ്പം ലക്ഷ്മി ദേവിയെ സഹായിക്കുക, ലക്ഷ്മി ദേവിയുടെ സേവകനായി നിൽക്കുക എന്നുള്ളതാണ് കുബേരന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അപ്പം കുബേരനില് സംപ്രീതയാക്കുന്ന ലക്ഷ്മി ദേവി എന്ത് ചെയ്യുന്നു? സ്യമന്തകം കുബേരന് കൊടുക്കുന്നു. കുബേരൻ തനിക്ക് എന്ത് ചെയ്യുന്നു? ശംഖചൂടൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് വളരെയധികം സ്നേഹം തോന്നി. ശംഖചൂടന് ആരെന്ത് ചെയ്യുന്നു? കുബേരൻ സ്യമന്തകമണി കൊടുക്കുന്നു. ശംഖചൂടനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഗോപികമാരുമായിട്ടുള്ള ഗോവർദ്ധനഗിരിയുടെ താഴെ വെച്ചിട്ടുള്ള ലീല നമുക്കറിയാം. എന്ത് ചെയ്യുന്നു? ശംഖചൂടന് മോക്ഷം കൊടുക്കുന്നു. അപ്രകാരം ഭഗവാന് സ്യമന്തകം ലഭിക്കുന്നു. ഭഗവാൻ സ്യമന്തകം യമുനയ്ക്ക് കൊടുക്കുന്നു. യമുന തന്റെ പിതാവായ സൂര്യദേവന് സ്യമന്തകം കൊടുക്കുന്നു. സൂര്യദേവൻ തന്റെ ഭക്തനും സുഹൃത്തുമായ സത്രാജിത്തിന് സ്യമന്തകം കൊടുക്കും. ഇപ്രകാരം വളരെയധികം കൈകൾ മാറി മാറി മാറിയാണ് സത്രാജിത്തിന് സ്യമന്തകം ലഭിക്കുന്നത്. കാരണം ശംഖചൂടന്റെ ശാപവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീധാമൻ എന്ന് പറഞ്ഞ ശംഖചൂടൻ എന്ന ജന്മം അല്ലെങ്കിൽ ഒരു ജന്മം യമുനും യമിയും. യമിയാണ് യമുനയായിട്ട് ജന്മമെടുക്കുന്നത്. അപ്പം യമുനാദേവിയാണ് എന്ത് ചെയ്യുന്നത്? തന്റെ പിതാവായ സൂര്യദേവന് സ്യമന്തകം കൊടുക്കുന്നത്. സ്യമന്തകം ആര്? സൂര്യദേവൻ തന്റെ ഭക്തനും സുഹൃത്തുമായ സത്രാജിത്തിന് കൊടുക്കുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഭഗവാനിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്യമന്തകം കൈമാറി വരുന്നത്. അപ്പോ ഇനി സത്രാജിത്തിന് എന്ത് ചെയ്തു? സ്യമന്തകം ലഭിച്ചു സൂര്യനിൽ നിന്ന്.
അപ്പോ സ്യമന്തകം സത്രാജിത്ത്, ഈ ഭഗവാൻ എന്ത് ചെയ്തു? സത്രാജിത്തിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള സ്യമന്തകം എന്ത് ചെയ്യൂ? അപേക്ഷിച്ചു. അത് ഭഗവാന് വേണം എന്നല്ല പറഞ്ഞത്. ഭാഗവതം പരിശോധിച്ചാൽ അറിയാം, ഉഗ്രസേന മഹാരാജാവിന് എന്ത് ചെയ്യുക? നീ സ്യമന്തകം സമർപ്പിക്കുക എന്ന് ആര് പറഞ്ഞു? ഭഗവാൻ സത്രാജിത്തിനോട് പറഞ്ഞു. അതിന്റെ കാരണം കുറച്ച് വിശാലമാണ്, മനസ്സിലാക്കണം. സ്യമന്തകം ഇത്ര അധികം ധനവും സൗന്ദര്യവും മറ്റു ഭൗതികമായ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു അമൂല്യരത്നമാണ്. സത്രാജിത്ത് ഭഗവാന്റെ കാലത്ത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമാണ്, മഹാഭാഗ്യം. അർജുന വൃക്ഷമായിട്ട് നാരദ മഹർഷി എന്ത് ചെയ്തു? നളകുബേരനെയും മണിഗ്രീവനെയും ശപിച്ചു. ആ സമയം നാരദ മഹർഷിയോട് ചോദിക്കുന്നു, ദേവന്മാര് ചോദിക്കുന്നു, അങ്ങ് എത്ര വലിയ മഹാഭാഗ്യമാണ് എന്ത് ചെയ്തത്? പാപികളായ നളകുബേരനും മണിഗ്രീവനും കൊടുത്തത്. നാരദ മഹർഷി കൊടുത്തത് എന്നാ ഇവർക്കൊരു ശിക്ഷ കൊടുത്തു കളയാൻ, രണ്ടുപേരും മരമായിട്ട് ജനിക്കട്ടെ. എവിടെ മരമായിട്ട് ജനിക്കട്ടെ? ഭഗവാന്റെ ഗോകുലത്തില് പോയി രണ്ടുപേരും മരമായിട്ട് ജീവിക്കാൻ പറഞ്ഞു. ശാപമാണോ അത്? അതിപ്പരം മഹാപുണ്യം ഇനി അവർക്ക് രണ്ടുപേർക്കും ലഭിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് അസൂയയോടുകൂടിയാണ് രണ്ടുപേരെയും ദേവന്മാര് നോക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ഭഗവാന്റെ കാലത്ത് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യം. അതിന്റെ കൂടെ ഭഗവാന്റെ ദർശനം ലഭിക്കുക, അതിനേക്കാളും വലിയ ഭാഗ്യം. പോരാ, സത്രാജിത്ത് യാദവ വംശത്തിലാണ് ജനിച്ചത്. അതിൽ പരം പിന്നിനി എത്ര ഭാഗ്യം കിട്ടാനാണ്? ഭഗവാന്റെ കാലത്ത് ജീവിച്ച് ഭഗവാനെ കണ്ട് യാദവ കുലത്തിൽ ഭഗവാന്റെ ജനമായിട്ട് ജീവിക്കുക, ഇത്ര അധികം ഭാഗ്യം ലഭിച്ച ആളാണ് സത്രാജിത്ത്. നമുക്കറിയാം, യാദവരെല്ലാവരും തന്നെ കംസരാജാവിന്റെ കാലത്ത്, കംസൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയം വളരെയധികം ഒപ്രസ്ഡ് ആയിരുന്നു. കംസൻ എല്ലാവരെയും ദ്രോഹിക്കുകയും ഈ യാദവരെല്ലാവരും വളരെയധികം വിഷണ്ണരായിരുന്നു ആ സമയം. ശേഷം ഭഗവാൻ എന്ത് ചെയ്തു? കംസനിൽ നിന്ന് യാദവർക്ക് സുഖം കൊടുത്തു. അങ്ങനെ ഭഗവാൻ കാരണം സുഖവും ഐശ്വര്യത്തിലോട്ടും സമ്പത്തിലോട്ടും ഉയർന്നവരാണെന്ത്? യാദവർ. അതുകൊണ്ട് തന്നെ എല്ലാ യാദവർക്കും ഭഗവാനോട് അത്രയധികം ആദരവാണ്. എന്ന് മാത്രമല്ല, യാദവ വംശം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. വൃഷ്ണികളെന്നും അന്ധകരെന്നും പറഞ്ഞ് രണ്ട് വിഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. വസുദേവര് വൃഷ്ണികളുടെ കൂട്ടത്തിൽ നിന്നുള്ളതും ദേവകിയമ്മ അന്ധക ഭോജ വംശത്തിൽ നിന്നുള്ളതാണ്. ഉഗ്രസേന മഹാരാജാവൊക്കെ അന്ധക വംശത്തിൽ നിന്നുള്ളതാണ്. അതിന്റെ ബാക്ക് സ്റ്റോറി. ഇനി ഭഗവാന്റെ പ്രത്യേകത, ഈ രണ്ട് വംശങ്ങളുടെയും നടുക്കുള്ള ബ്രിഡ്ജാണ് യഥാർത്ഥത്തിൽ ബലരാമസ്വാമിയും ശ്രീകൃഷ്ണനും. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്പെക്റ്റഡ് ബൈ ഓൾ, എല്ലാ രണ്ട് ക്ലാൻസും ഭഗവാനോട് വലിയധികം ബഹുമാനമാണ്. ഭഗവാനാണ് എന്ത് ചെയ്തത്? അവരെ ഐശ്വര്യത്തിലേക്ക് പിന്നെയും കൈപിടിച്ചുയർത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ പ്രിയമാണ്, ഭഗവാനോട് എല്ലാവർക്കും വലിയ സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭഗവാനാണ് എന്ത് ചെയ്തത്? സത്രാജിത്തിനോട് പറയുന്നത്. സത്രാജിത്തിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണമായ വ്യക്തി എന്ന് സത്രാജിത്തിനോട് പറയുന്നു, നിന്റെ കയ്യിൽ ഒരു രത്നമില്ലേ? നിനക്ക് എന്റെ യാദവ വംശത്തിൽ നിനക്ക് സ്യമന്തകത്തിന്റെ ആവശ്യമേ ഇല്ല. അല്ലാതെ തന്നെ നിനക്ക് സർവ്വ ഐശ്വര്യവും സർവ്വമംഗളവും ലഭിക്കും. നിനക്ക് ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യം നിനക്ക് ലഭിച്ചു. അതുകൊണ്ട് ആ സ്യമന്തകമണി നീ എന്ത് ചെയ്യുക? ഉഗ്രസേന മഹാരാജാവിന്റെ സമർപ്പിക്കുക. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അപ്പൊ ഇത്രയധികം നന്മകൾ ചെയ്തത് കൊണ്ട് അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? ശരി, സത്രാജിത്ത് അങ്ങ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ അങ്ങയുടെ പത്മപാദങ്ങളിൽ ഈ സ്യമന്തകം വെച്ച് എന്ത് ചെയ്തു? സത്രാജിത്ത് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ താഴോട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം, സത്രാജിത്ത് എന്ത് ചെയ്തില്ല. ഭഗവാൻ ഇത്രയും അധികം ഭഗവാനിൽ നിന്നും എന്ത് ചെയ്തു? നമ്മളും പലപ്പോഴും ഇത്തരത്തിലാണ്. നമുക്ക് എല്ലാവർക്കും ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല ആരോഗ്യമായിട്ടുള്ള ശരീരം, നല്ല നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ, ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതം ഒക്കെ ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും 16 മാല ജപിക്കാൻ മടിയാണ്. നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ സത്സംഗം അറ്റൻഡ് ചെയ്യാൻ മടിയാണ്. നമുക്ക് നാമം ജപിക്കാനും ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് ഉൾക്കൊള്ളാനും ഒക്കെ പലപ്പോഴും മടിയാണ്. അതിന്റെ കാരണം നമുക്ക് ഇത്രയും അധികം സൗകര്യം ഭഗവാൻ തന്നിട്ടുണ്ട്. പക്ഷെ ഭഗവാനോട്
നമ്മൾ അതേ ആത്മാർത്ഥത ഭഗവാൻ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുന്ന ആത്മാർത്ഥത നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മപരിശോധന ചെയ്യേണ്ട വിഷയമാണ്. അപ്പം ഇനിവേ സത്രാജിത്ത് എന്ത് ചെയ്തില്ല? ഭഗവാൻ ഇങ്ങോട്ട് കാണിച്ച മര്യാദ ഭഗവാനോട് തിരിച്ചു കാണിക്കുന്നില്ല. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ലുബ്ധനെ പോലെ സത്രാജിത്തിനോട് ആവശ്യപ്പെട്ടു, നീ എന്ത് ചെയ്യുക, ആ സ്യമന്തകം ദയവ് ചെയ്ത് അപ്പൊ താഴ്ന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഭഗവാൻ ഇത്രയധികം, അപ്പം ഭഗവാൻ സർവത്തിന്റെയും ഈശ്വരനാണ്, എല്ലാം ഭഗവാന്റേതാണ്. ആ ഭഗവാൻ ഒരിക്കലും ഒരു കേവലം ഒരു എന്താ സ്യമന്തകമണിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ഭഗവാന്റെ ഗോലോക വൃന്ദാവന ധാമത്തില് ഭൂമി, അവിടുത്തെ തറഭാഗം നിർമ്മിച്ചിരിക്കുന്ന തന്നെ ചിന്താമണികൾ കൊണ്ടാണ്. സ്യമന്തകത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ത്? ചിന്താമണി രത്നങ്ങള്. അതുകൊണ്ടാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. ചിന്താമണി പ്രകര സത്മസു കൽപ്പവൃക്ഷ എന്ന് പറയും. അതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക. അപ്പം അതൊക്കെ സ്വന്തമായിട്ടുള്ള ഭഗവാൻ ഒരു സ്യമന്തകത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഭഗവാൻ അത്രയധികം നിർബന്ധ ബുദ്ധിയോടുകൂടി സത്രാജിത്തിനോട് ചോദിക്കാനുള്ള മറ്റൊരു കാരണം, ഭഗവാൻ അറിയാം ഇത്രയധികം ശ്രേയസ്, ഇത്രയധികം ഭൗതിക സമ്പത്ത് നൽകുന്ന ഒരു രത്നം സത്രാജിത്തിനെ പോലത്തെ ഒരു സാധാരണ യാദവന്റെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതൊരുപാട് ദോഷം ചെയ്യും. അവൻ സ്വാഭാവികമായും അഹങ്കരിക്കും, അവൻ സ്വാഭാവികമായും അതിൽ അഭിമാനം കൊള്ളും, മിഥ്യാഹങ്കാരം അവനിൽ വളരും. അപ്പം ഈ കാരണം കൊണ്ട് നീ എന്ത് ചെയ്യുക? അത് രാജാവിന് ഉഗ്രസേന മഹാരാജാവിന് സമർപ്പിക്കുക. നിന്റെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ നിനക്കും ആപത്താണ്, നിന്റെ ജനങ്ങൾക്കും ആപത്താണെന്ന് ഭഗവാൻ എന്ത് ചെയ്യുന്നു? സത്രാജിത്തിനോട് വിനീതമായിട്ട് പറയുന്നു. പക്ഷെ സത്രാജിത്ത് എന്ത് ചെയ്തില്ല? അത് കേട്ടില്ല. അതിന് തൊട്ട് താഴെയായിട്ട് അദ്ദേഹം പറയുന്നു, തത്കാരണം ബഹുവിധം മമഭാതി നൂനം തസ്യാത്മജാം ത്വയിരതാം ഛലതോ വിവോഢും. എന്താണ് അതിനുള്ള കാരണം? പലതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങയിൽ അനുരക്തയായ അദ്ദേഹത്തിന്റെ പുത്രിയായ സത്യഭാമയെ വ്യാജേന വിവാഹം കഴിക്കുന്നതിനെന്ന് ഉള്ളത് തന്നെ തീർച്ച. അപ്പം അദ്ദേഹം മേൽപ്പത്തൂര് പറയുന്നു, അങ്ങ് എന്തോ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് സത്രാജിത്തിനോട് ഇത് ചോദിച്ചതെന്ന് എനിക്കറിയാം. അങ്ങ് രത്നം വേണം എന്ന് സത്രാജിത്തിനോട് ചോദിച്ചതിന്റെ മറ്റൊരു കാരണം, സത്രാജിത്തിന്റെ പുത്രിയായ ഉത്തമയായ ഭൂമിദേവിയുടെ അവതാരമായ സത്യഭാമയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് രത്നവും സത്യഭാമയും തമ്മിൽ കമ്പാരിസൺ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ രാമായണം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് മാരീചന്റെ മുമ്പിൽ വരുന്ന രാവണൻ പറയുന്നു, ആ രാമൻ സ്ത്രീരത്നമായ സീതയെ സൂക്ഷിക്കുന്നു, അതിന് യാതൊരു യോഗ്യതയുമില്ല, ലങ്കാധിപതിയായ എനിക്കാണ് അതിന് യോഗ്യത എന്ന് പറയുന്നു. അത് അവിടെ സീതാദേവിയെ സ്ത്രീരത്നം എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം, അന്ന് കാലത്തെ ധർമ്മശാസ്ത്രം അനുസരിച്ച് രത്നം സാധാരണ ജനങ്ങൾക്ക് സൂക്ഷിക്കാൻ പാടുള്ളതല്ല. അപ്പോ സീതാദേവിയെ സ്ത്രീരത്നം എന്ന് വിളിക്കാനുള്ള കാരണം, രാവണൻ നോക്കിയപ്പോ രാമൻ ആരാണ്? കാട്ടിൽ കഴിയുന്ന, അല്ലെങ്കിൽ എന്താണ്, വനവാസിയായിട്ടുള്ള ഒരു വ്യക്തി. കാട്ടിൽ ഇങ്ങനെ കഴിയാണ് പർണശാലയൊക്കെ കെട്ടിയിട്ട്. അവൻ എന്ത് യോഗ്യതയാ ഉള്ളത്? ഈ രത്നമായ രത്നത്തെ സൂക്ഷിക്കാൻ രാജാവിനെ അധികാരമുള്ളൂ. അതുകൊണ്ട് രാവണൻ പറയുന്നു, ഞാൻ ആരാണ്? ഞാൻ ലങ്കാധിപതിയാണ്, ഞാൻ രാജാവാണ്, രാജാവിന് മാത്രമേ രത്നം സൂക്ഷിക്കാനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ സീത ആർക്ക് എന്താണ് ചേർന്നതാണ്? എനിക്ക്, രാജാവായ എനിക്ക് ചേർന്നതാണെന്ന് രാവണൻ അവിടെ ഗൂഢമായിട്ട് പറയുന്നു. ഇത് മാരീചന് മനസ്സിലാകുകയും ചെയ്തു. അതുകൊണ്ടാണ് മാരീചൻ തിരിച്ച് രാവണന് കൊടുക്കുന്ന മറുപടിയിൽ പറയുന്നത്, രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യ പരാക്രമ രാജാ സർവസ്യ ലോകസ്യാന്ന് രാവണനോട് പറഞ്ഞു കൊടുക്കുന്ന. രാവണ, നീ ലങ്കയുടെ മാത്രം രാജാവാണ്. രാമൻ ആരാണ്? സർവലോകങ്ങളുടെയും രാജാവാണ് ആര്? സർവസ്യ ലോകസ്യ, സർവലോകങ്ങളുടെയും രാജാവാണ് ആര്? രാമൻ. അപ്പൊ അതുകൊണ്ട് ആ സർവലോകങ്ങളുടെയും രാജാവായ രാമന്റെ രത്നത്തില് ലങ്കയുടെ മാത്രം രാജാവായ നീ എന്ത് ചെയ്യണ്ട? അധികം മോഹിക്കണ്ട എന്ന് മാരീചൻ രാവണനെ വാൺ ചെയ്യുന്നു. വാൺ ചെയ്യ ഉപദേശിക്കുന്നു. അപ്പം ഇതേപോലെ തന്നെ, അപ്പൊ അതുകൊണ്ട് തന്നെ രത്നം എല്ലാ കാലത്തും ധർമ്മശാസ്ത്രം അനുസരിച്ച് പ്രധാനപ്പെട്ട രാജാവിന്
ചേർന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിക്ക് അഥവാ യോജിച്ചതാണ്. അഥവാ സ്ത്രീകളെ പൊതുവിൽ രത്നമായിട്ട് ഉപമിക്കുന്ന ഒരു ശൈലിയുണ്ട് രാജാക്കന്മാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ രത്നം വേണം എന്ന് സത്രാജിത്തിനോട് ഭഗവാൻ പറഞ്ഞതിന്റെ ഗൂഢമായ ലക്ഷ്യം അവിടെ നിൽക്കുന്ന സ്ത്രീരത്നമായ സത്യഭാമാദേവിയെ എന്ത് വേണം, വിവാഹം കഴിക്കാൻ അങ്ങ് താല്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോ ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലോട്ട് കടക്കാം. അതത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാത ഗളഭുവി വഹൻ പ്രാപ മൃഗയാം. ഇത് ശിഖരിണി എന്ന് പറഞ്ഞ വൃത്തത്തിലാണുള്ളത്. ഇത് ഒരല്പം ബൃഹത്തായ വൃത്തം ഛന്ദസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 വരി വെച്ച് റിപ്പീറ്റ് ചെയ്യുന്നതാവും ആദ്യമായിട്ട് വായിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമാവുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ആദ്യത്തെ 2 വരി വായിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നത്തെ 2 വരി വായിക്കുന്നതാവും എനിക്ക് തോന്നുന്നു നല്ലതാവുക. അപ്പം ആദ്യത്തെ 2 വരി ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാത ഗളഭുവി വഹൻ പ്രാപ മൃഗയാം. എന്നാ ഞാൻ രണ്ടാമത്തെ വരിയും കൂടെ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. പറയാം പ്രഭു. ഹരേ കൃഷ്ണ. ദത്തം തം ദുഭ്യം മണിവരമനേനാൽപമനസാ പ്രസന്നേ സ്ഥൽഭ്രാത ഗളഭുവി വഹൻ പ്രാപ മൃഗയാ. കറക്റ്റ് ആയോ പ്രഭു? ഹരേ കൃഷ്ണ മാതാജി, വളരെ മനോഹരമായിട്ട്. നിങ്ങളൊക്കെ നന്നായിട്ട് എന്നെക്കാളും നന്നായിട്ട് ചൊല്ലുന്നുണ്ട്. എനിക്ക് ഈണം ഒക്കെ കുറച്ച് അയ്യോ, ഞങ്ങളെ സംഗീതം. പറയാതെ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. അതിന് തൊട്ട് താഴെയുള്ള അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്ത്വം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. പറഞ്ഞു മാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമാവശാത് കവീന്ദ്രസ്ത്വം ഹത്വാ മണിമപി ച ബാലായ ദദീവാൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹന്നേനം സിംഹോ മണിമഹസി മാംസ പ്രഭാവശാൽ കവീന്ദ്രാസ്തം ഹത്വാ മണിമവിച്ച ബലായ തദിവാൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാൽ കവീന്ദ്രസ്തം ഹത്വാ മണിമപിച്ച ബാലായ ദദിവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പം രണ്ടാമത്തെ ശ്ലോകം. അതത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാത ഗളഭുവി വഹൻ പ്രാപ മൃഗയാം. അപ്പൊ എന്ത് ചെയ്തു? അഹന്നേനം സിംഹോ മണിമഹസി മാംസ ഭ്രമവശാത് കപീന്ദ്രസ്ത്വം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. ക്ഷുദ്രമനസ്കനായ സത്രാജിത്ത് അങ്ങയ്ക്ക് തരാതിരുന്ന ആ ദിവ്യരത്നത്തെ തന്റെ ഭ്രാതാവായ പ്രസേനന്റെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നായാട്ടിനായി കാട്ടിലേക്ക് പോയി. അപ്പോ എന്ത് ചെയ്തു? സത്രാജിത്ത് ഭഗവാൻ എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. അപ്പോ അത് എന്താ? തീർച്ചയായിട്ടും ഒരു അദ്ദേഹത്തിന്റെ വംശത്തിന് ഭഗവാൻ ചെയ്തു കൊടുത്ത, അത് യാദവ വംശത്തിനെ തന്നെ ചെയ്തു കൊടുത്ത ആ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടിട്ട് എന്ത് ചെയ്തു? സത്രാജിത്ത് ഭഗവാന്റെ ആ ഒരു വിനീതമായ അപേക്ഷ എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. നമുക്കറിയാം,
ഇത് പൂത്തുവിൽ അന്ന് കാലത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊക്കെ ഭഗവാനെ ഒന്ന് ആ ഒരു ദർശനം ഒന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ അന്ന് ഭഗവാനെ നേരിൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് പോലും ഭഗവാന്റെ മഹാത്മ്യം പലപ്പോഴും മനസ്സിലായിട്ടില്ല. എന്ന് മാത്രമല്ല അന്നുള്ള ഉത്തമരായ ഒരുപാട് ഭക്തന്മാര് നമുക്കറിയാം. ഇന്ദ്രൻ ഭഗവാന്റെ വലിയൊരു, അതായത് ദേവതലത്തിലേക്ക് ഉയർന്ന ആളാണ്. പക്ഷെ എന്നിട്ട് പോലും ഇന്ദ്രൻ എന്ത് ചെയ്തു? നരകാസുരനെ കുറിച്ച് ഒരുപാട് പരാതി ഭഗവാനോട് പറഞ്ഞു. ഇന്ദ്രന്റെ അപേക്ഷ അനുസരിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? നരകാസുരനെ വധിച്ച് തിരിച്ച് ദേവലോകത്തെ എത്തിയിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാ, ഈ ഇവിടുത്തുള്ള ഒരു പുഷ്പം എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, നരകാസുരനെയൊക്കെ കൊന്നതൊക്കെ ഇരിക്കട്ടെ, എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഓൾറെഡി ഭഗവാൻ ചെയ്തു കൊടുത്ത, ഭഗവാന് ഇന്ദ്രന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? കാര്യം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇന്ദ്രൻ മറന്നു. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധമാണ് ഈ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മണ്ടൻ ഐഡിയോളജി ഉണ്ട്. എന്താ അറിയോ? എന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാല്, നമ്മൾ വിചാരിക്കുന്നത് പോലെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ അത് വല്ലച്ചാതിയിലും എന്ത് ചെയ്തു? അത് നേടിയെടുത്തു എന്ന് നമ്മൾ പറയും. ഇനി എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ? ഭഗവാൻ എന്നോട് ഒരു സ്നേഹവുമില്ല, ഭഗവാൻ എന്ത് ചെയ്തു? എനിക്ക് വളരെ പ്രിയപ്പെട്ട സാധനം നഷ്ടപ്പെടുത്തി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ പരീക്ഷ പാസ്സായി, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ആ പരീക്ഷ ഞാൻ പാസ്സായി എന്ന് പറയും. എന്നാ തോറ്റു കഴിഞ്ഞാൽ എന്ത് പറയും? ഭഗവാൻ എന്നെ തോൽപ്പിച്ചെന്ന് പറയും. നല്ലതൊക്കെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് മുഴുവൻ നമ്മൾ എടുക്കും. മോശം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഭഗവാന് കൊടുക്കും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും, ഈ താൻ പാതി ദൈവം പാതി, ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? ഫുൾ റെസ്പോൺസിബിലിറ്റി, കർമ്മയോഗം, ഫുള്ളി കർമ്മയോഗം അത് ഏറ്റെടുക്കുക. കർമ്മയോഗം പക്ഷെ ചെയ്താൽ പോലും ഭഗവാന്റെ പത്മപാദങ്ങളിൽ അർപ്പിക്കാതെ അതിന് പൂർണ്ണമായൊരു ഫലം ലഭിക്കത്തില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പൂർണ്ണമായും ഭഗവാന്റെ മാമേക്കം ശരണം വ്രജ, ഭഗവാന്റെ പത്മപാദങ്ങളിലോട്ട് പൂർണ്ണമായും സമർപ്പണം ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? അപ്പൊ പിന്നെന്താ? പൂർണ്ണമായും ഭഗവാനാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു ഡബിൾ സ്റ്റാൻഡ് നമ്മൾ എടുക്കും. നല്ലത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക്, മോശം പറ്റിക്കഴിഞ്ഞാൽ അത് ഭഗവാന്റെ പ്രശ്നം എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ സത്രാജിത്ത് എന്ത് ചെയ്യും? ഷോർട്ട് ടൈം മെമ്മറി ലോസ്. അതുവരെ ഉണ്ടായിരുന്നതെല്ലാം സത്രാജിത്ത് മറന്നു. എന്ത് ചെയ്തിട്ട് തനിക്ക് ഭഗവാന് അത് സമർപ്പിക്കാതെ തൻ്റെ എന്ത് ചെയ്തു? ഭ്രാതാവായ പ്രസേനന്റെ കഴുത്തിൽ എന്ത് ചെയ്തു? ഇതിട്ട് കൊടുത്തു വിട്ടു. മറ്റൊരു കാര്യം മനസ്സിലാക്കുക, സത്രാജിത്ത് കുറഞ്ഞ പക്ഷം സൂര്യദേവന്റെ എങ്കിലും ഭക്തനായിരുന്നു. എന്നാൽ പ്രസേനൻ അത്ര പോലും ഒരു ഈശ്വരീയമായ അല്ലെങ്കിൽ ഒരു ആധ്യാത്മികമായ ഔന്നിത്യം ഉണ്ടായിരുന്ന ആളല്ല. ഒരുപാട് മാതാജിമാര് പലപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, പ്രഭു ഇന്ന പോലെ ഒരു മന്ത്രം ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടു, അത് ജപിക്കാൻ പറ്റുമോ? നമ്മൾ ചോദിക്കും, മാതാജി 16 മാല ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ടോ? അത് സമയം കിട്ടുന്നില്ല പ്രഭു, 1 മാല 2 മാല ജപിക്കുമ്പോഴേ. ഞാൻ പറഞ്ഞു, മാതാജി മറ്റൊരു മന്ത്രം, മറ്റൊരു കാര്യം ജപിക്കുന്നത് മോശമാണെന്നല്ല പറയുന്നത്, അത് ഉൾക്കൊള്ളാനുള്ള ആധ്യാത്മികമായ ശക്തി നിങ്ങൾക്കുണ്ടോ? അത് ഗുരു ഉപദേഷ്ടമല്ലാതെ ഏതൊരു മന്ത്രവും സ്വീകരിക്കാൻ പാടില്ല. അത് മന്ത്രം മോശമായതുകൊണ്ടല്ല, പലപ്പോഴും പറയാം, മന്ത്രം മോശമായതുകൊണ്ടല്ല, പലപ്പോഴും കൃഷ്ണ ഭഗവാന്റെ തന്നെ ബീജമന്ത്രങ്ങളോടൊക്കെ ഉൾപ്പെടുന്ന പല മന്ത്രങ്ങളും ഉണ്ട്. അത് മന്ത്രമോശമായതുകൊണ്ടല്ല, അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ താങ്ങാൻ, അതിന്റെ ശക്തി താങ്ങാനുള്ള കരുത്ത് നമുക്കുണ്ടോ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യാൻ, അത് ഗുരുവിന് മാത്രമേ അറിയത്തുള്ളൂ. ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് മാത്രമേ അത്തരം മന്ത്രങ്ങളൊക്കെ സ്വീകരിക്കാവൂ. എല്ലാവർക്കും ജപിക്കാൻ കഴിയുന്ന, നമ്മളുടെ ഏത് പരിതസ്ഥിതിയിലും നമുക്ക് ജപിക്കാൻ കഴിയുന്ന മന്ത്രമാണ് ഹരേകൃഷ്ണ മഹാമന്ത്രം. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക? മുറുകെ പിടിച്ചു. അതിനേക്കാളും ഉയർന്ന മറ്റൊരു മന്ത്രം ഉണ്ടെന്ന് ചിന്തിക്കുന്നത് തന്നെ മഹാപാപമാണ്. കാരണം ഹരേകൃഷ്ണ മഹാമന്ത്രത്തിനേക്കാളും ഉയർന്നൊരു മന്ത്രം വേറെയത്തില്ല. ഇത് താങ്ങാനുള്ള, വിശേഷപ്പെട്ട സാധനങ്ങള് പ്രശ്നമല്ല, പക്ഷെ അത് താങ്ങാൻ, അതിനെ ഉൾക്കൊള്ളാനുള്ള കരുത്ത് നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചെയ്യേണ്ട വിഷയം. പ്രസേനൻ എന്ത് ചെയ്തു? ഇത്രയധികം തേജസ്സോടുകൂടിയ, ഇത്രയധികം ശോഭയോടുകൂടിയ സ്യമന്തകം എന്ന രത്നം ധരിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയി. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ ഭൗതികമായ ഒരുപാട് സമ്പത്തുകള് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓട്ടം ഓടുന്ന ആളുകളാണ്.
അപ്പം ഈ ഓടുന്ന സമയം മുഴുവൻ നമ്മൾ എന്തായിരിക്കും കരഞ്ഞുകൊണ്ട് ഓടുക, കുറെ സമ്പത്ത് കിട്ടണേ 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 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കരഞ്ഞുകൊണ്ട് ഓടുക. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ ഇത് നഷ്ടപ്പെടരുത് നഷ്ടപ്പെടുക. അപ്പൊ നമ്മൾ ഓടുന്ന സമയം നമ്മൾ വിചാരിക്കുക സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കധികം സന്തോഷമായിരിക്കും, എനിക്ക് മനസമാധാനത്തോട് കിടന്ന് ഉറങ്ങാൻ കഴിയുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മിഥ്യയായിട്ട് വിചാരിക്കും. പക്ഷേ ധനം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അത് പോകരുതല്ലോ പോകരുതല്ലോ എന്നുള്ള ചിന്തയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കിടന്നുറങ്ങുന്നത്. ഒരുപാട് വലിയ ധനികരായിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ എന്താണ് ഈ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു ദിവസം ഉറങ്ങാൻ പറ്റത്തില്ല. എന്ത് പറ്റി? ബിസിനസ്സിനെ കുറിച്ചുള്ള ടെൻഷനാ. അപ്പോ നമ്മൾ ചോദിക്കും, പ്രഭു ഈ ഓടി നടക്കുന്നതും ബിസിനസ് ചെയ്യുന്നതും എല്ലാം ധനം സമ്പാദിക്കുന്ന സുഖത്തിനും വേണ്ടിയിട്ടല്ലേ? കുറഞ്ഞ പക്ഷം ഒരുപാട് സുഖമൊന്നും വേണ്ട, ഒരു രാത്രി മനസമാധാനത്തോടൊന്ന് കിടന്ന് ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ഭൗതികമായ സമ്പത്ത് കൊണ്ടല്ല എന്ത് പ്രയോജനമാണുള്ളത് നമ്മൾ ചോദിക്കും. അപ്പോ അപ്പം ധനം, ഭൗതികമായ ധനം ഇത്തരം നമ്മൾ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കും എന്ത്? കിട്ടിക്കഴിഞ്ഞാൽ വലിയ സുഖമാണെന്ന്. പക്ഷെ മനസ്സിലാക്കുക, അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്കുണ്ടാകുന്നത്. നമ്മള് അല്ലാത്ത പക്ഷം ഒരു നേരത്തെ അല്ലെങ്കിൽ ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്ന ആളുകള്, കൂലിപ്പണിക്കാരൻ, അതുപോലുള്ള ആളുകള് അന്നത്തെ ദിവസത്തേക്ക് വർക്ക് ചെയ്യുന്നു, അന്നത്തെ ദിവസത്തേക്ക് ഭക്ഷണം പൈസ കിട്ടുന്നു, അന്നത്തെ ദിവസത്തേക്ക് ഫുഡ് മേടിക്കുന്നു, കഴിക്കുന്നു, സുഖമായിട്ട് കിടന്നു. അവർക്ക് ഇത്തരം ടെൻഷനുകളോ അത്തരം ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അവരെ ബാധിക്കത്തില്ല. അപ്പം എന്ത് വേണം? നമുക്ക് ഈ ധനം ഉണ്ടാകുന്നതല്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് സംരക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു തലവേദനയാണ്. അപ്പൊ പ്രസേനൻ ഇത്രയധികം തേജസ്സോടു കൂടിയ, ഇത്രയധികം ശോഭയോടു കൂടിയ ഈ സ്യമന്തകം ധരിച്ചുകൊണ്ട് വനത്തിലോട്ട് പോവാണ്. സ്വാഭാവികമായും എല്ലാവിധ ജന്തുക്കളും എന്ത് ചെയ്യും? ഈ മണിയിൽ, ഈ ഒരു രത്നത്തില് എന്ത് ചെയ്യും? കണ്ണു പതിപ്പിക്കുന്നു. കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോയി. രത്നത്തിന്റെ തിളക്കം കണ്ട് മാംസമായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച ഒരു സിംഹം പ്രസേനനെ വധിച്ചു. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ സ്വാഭാവികമായും ഒരാൾക്ക് ഒരു ഐശ്വര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സദ്ബുദ്ധിയുള്ള വ്യക്തികൾ എപ്പോഴും എന്ത് ചെയ്യും? നല്ലതാ, അയാൾ നന്നായിട്ട് വരട്ടെന്ന് വിചാരിക്കും. എന്നാൽ ദുഷ്ടബുദ്ധിയുള്ള ആളുകള് അവന്റെ പതനത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കാത്തിരിക്കുന്നത്. അവനത് അത്യാവശ്യം, അത് നല്ല കാര്യമായി അവനത് പറ്റിയത്, അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഇവനെ ഒന്നൊന്ന് തറ പറ്റിക്കണം, ഇത്തരം ഒരു ചിന്താഗതി ഉണ്ടാകും. അപ്പം അല്ലെങ്കിൽ എനിക്ക് ആ സ്വത്ത് കിട്ടണം, എപ്പോഴും എന്ത് ചെയ്യും? ഭൗതികമായ സമ്പത്ത്, ഭൗതികമായ വ്യക്തികളുടെ അവരെ എന്ത് ചെയ്യും? ആകർഷിച്ചുകൊണ്ടിരിക്കും. എന്തുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ലൊരു പൂവ് വിടരുന്നു എന്ന് വിചാരിക്കുക. നല്ലൊരു പൂവ് വിടർന്നു കഴിഞ്ഞാല് ആ സ്ഥലത്തേക്ക് ആകർഷിതരാക്കുന്നത് മനോഹരങ്ങളായ ചിത്രശലഭങ്ങള്, തുമ്പികള്, വണ്ടുകൾ, ഇത്തരം ജീവികളായിരിക്കും എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുക. എന്നാൽ ഒരു മലം ഒരു സൈഡിൽ കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുക ഈച്ച, പുഴു, പാറ്റ, ഇത്തരം ജീവികളായിരിക്കും ആകർഷിക്കപ്പെടുന്നത്. അപ്പം ഭൗതികമായ സ്വത്ത് ഇത്രയധികം മോശപ്പെട്ട സാധനമാണെന്നുള്ളതിന് ഇതിൽ പരം വേറൊരു തെളിവ് വേണ്ട. കാരണം ഭൗതികമായ സ്വത്ത് നമ്മളൊരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല സന്യാസിമാരും നല്ല നല്ല വൈഷ്ണവരും ആയിരിക്കും അങ്ങോട്ട് വരിക, അല്ല കള്ളന്മാരും കൊള്ളക്കാരും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? എങ്ങനെങ്കിലും അത് സ്വന്തമാക്കണം എന്നുള്ള വിചാരത്തിൽ വരിക. അപ്പം അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതേസമയം ഒരു സത്സംഗം നടത്തുക, അങ്ങോട്ടേക്ക് ആരായിരിക്കും വരിക? വൈഷ്ണവരും ഭക്തിയുള്ളവരും, ഭക്തിയിൽ പുരോഗമിക്കാൻ ജിജ്ഞാസുക്കളും ജ്ഞാനികളും ഭക്തിയിൽ ഭക്തരും ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടേക്ക് വരിക. അപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഭൗതികമായ ധനത്തിന്റെ ആ ഒരു അത് മാലിന്യമാണെന്നുള്ളതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് വേണ്ട. കാരണം അതിനെ ആകർഷിക്കുക, അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ്. അപ്പോ ഈ രത്നം ദുഷ്ടമൃഗങ്ങൾ കണ്ടിട്ട് അവരതിലേക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? ആകർഷിക്കപ്പെട്ടു. അപ്പം ഇത് ധരിച്ചു കൊണ്ടുപോയ പ്രസേനനെ ഈ ദുഷ്ടമൃഗങ്ങള് വനത്തിൽ വെച്ച് തന്നെ വധിക്കുകയുണ്ടായി. അഹന്നേനം സിംഹോ മണിമഹസി മാംസ ഭ്രമവശാത് കപീന്ദ്രസ്ത്വം ഹത്വ മണിമപിച്ച ബാലായ ദതിവാൻ. അതിനെന്ത് ചെയ്തു? ഈ സിംഹം എന്ത് ചെയ്തു? ഈ പ്രസേനനെ വധിച്ചിട്ട് സ്യമന്തകം സ്വന്തമാക്കി. എന്നിട്ട് പിന്നീട് പറയുന്നു, കപീന്ദ്രസ്വം ഹത്വ. ഈ സ്യമന്തക കൈക്കലാക്കിയ സിംഹത്തിനെ പിന്നീട് ആര് തോൽപ്പിക്കുന്നു? ജാമ്പവാൻ പിന്നീട് വന്ന്
തോൽപ്പിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ സ്യമന്തകോപാഖ്യാനത്തിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്? ജാമ്പവാൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അങ്ങോട്ടേക്ക് വരുന്നു. നോക്കിയപ്പോ ഒരു സ്യമന്തകം, ഒരു സിംഹം സ്യമന്തക രത്നവും വെച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ എന്ത് ചെയ്തു? ജാമ്പവാൻ സിംഹത്തിനെ ആക്രമിച്ചിട്ട് സ്യമന്തക രത്നം സ്വന്തമാക്കുന്നു. അപ്പം ജാമ്പവാന്റെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത്? വാനരാജാവായ ജാമ്പവാൻ ആ സിംഹത്തെ വധിച്ചിട്ട് സ്യമന്തക രത്നം എടുത്ത് തന്റെ ബാലന് കളിക്കാനായിട്ട്, തന്റെ കുഞ്ഞിന് കളിക്കാനായിട്ട് എന്ത് ചെയ്തു? സ്യമന്തക രത്നം ജാമ്പവാൻ കൊടുത്തു. അപ്പം ജാമ്പവാൻ ഇത് സ്യമന്തകമാണെന്നൊന്നും ജാമ്പവാൻ അറിയില്ല. ജാമ്പവാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ മനോഹരമായ ഒരു രത്നം ആരുടെ കയ്യിൽ ഇരിക്കുന്നു? സിംഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു. അപ്പോ ജാമ്പവാൻ എന്ത് ചെയ്തു? സിംഹത്തിനെ കീഴടക്കിയിട്ട് സ്യമന്തകം കൈക്കലാക്കുന്നു. ജാമ്പവാനെ സംബന്ധിച്ച് ജാമ്പവാൻ അതിബലവാനാണ്. അത് മനസ്സിലാക്കുക. സിംഹം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, നമ്മള് കലിയുഗത്തിൽ എല്ലാ ജീവികൾക്കും എന്താണ്, എല്ലാ മനുഷ്യരുൾപ്പെടെ എല്ലാത്തിനും എന്താണ്, വലിപ്പം കുറഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ ഈ കലിയുഗത്തിലുള്ള സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ്വാപരയുഗത്തിലെ സിംഹത്തിന്റെ മുമ്പിൽ ഒരു എലിയുടെ അത്രേ ഉണ്ടാകത്തുള്ളൂ. അത്രയധികം വലിപ്പത്തില് വ്യത്യാസമുണ്ട്. അപ്പം അത്രയധികം ഭീമാകാരനായ സിംഹത്തിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ജാമ്പവാൻ വധിച്ചിരിക്കുന്നത്. അപ്പം ആ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് രത്നം ആരെടുത്തു? ജാമ്പവാൻ എടുത്തു. ജാമ്പവാന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാമ്പവാൻ ചിരഞ്ജീവിയാണ്. ജാമ്പവാൻ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ വന്നിരുന്ന സമയത്ത് ഭഗവാന്റെ പത്മപാദങ്ങള് 3 ലോകങ്ങളെയും കീഴടക്കി. അപ്പൊ ജാമ്പവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പരമഭക്തനാണ് ജാമ്പവാൻ. നോക്കിയപ്പോൾ ഭഗവാന്റെ പത്മപാദങ്ങൾ മുമ്പിൽ നിൽക്കുന്നു. ജാമ്പവാൻ ചാടിയാണ് എന്ത് ചെയ്തത്? ഈ ഭഗവാന്റെ പത്മപാദങ്ങളെ മുഴുവൻ പ്രദക്ഷിണം ചെയ്തത്. ഇത് രാമായണത്തില് ഹനുമാനോട് പറയുന്ന സമയം ജാമ്പവാൻ ഈ സന്ദർഭം ഹനുമാനെ ഓർമ്മിക്കുന്നു. ഞാൻ വയസ്സായി, എനിക്ക് ലങ്കയിലോട്ട് ചാടാനൊന്നും വയ്യ. പണ്ട് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ഭൂമിയിൽ വന്ന സമയം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 3 ചാട്ടം കൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളെ കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ പ്രായം, എനിക്ക് ലങ്കയിലോട്ട് 100 യോജന അപ്പുറത്തുള്ള ഈ ലങ്കയിലോട്ട് ചാടാൻ വയ്യെന്ന് ഹനുമാനോട് പറയണ്ട. അപ്പം ഇങ്ങനെ അതിശക്തനും വാനര ശ്രേഷ്ഠനുമാണ് ആര്? ജാമ്പവാൻ. അപ്പൊ ജാമ്പവാൻ എന്ത് ചെയ്യുന്നു? സിംഹത്തിനെ വധിച്ചിട്ട് രത്നം തന്റെ കുഞ്ഞിന് ബാലന് കളിക്കാനായിട്ട് കൊടുക്കുന്നു. അപ്പം ഇതാണ് ആദ്യത്തെ 2 ശ്ലോകം. 8:51 അടുത്ത ശ്ലോകം എടുക്കണോ? ഹരേ കൃഷ്ണ. സമയമുണ്ടോ പ്രഭുജി? നേരം പോവും പ്രഭു. 10 മിനിറ്റ് കൊണ്ട് തീരുവില്ലല്ലോ. ഇനി 8 മിനിറ്റ്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ സംശയങ്ങളൊക്കെ തീർത്ത് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങളൊക്കെ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങളെല്ലാം അറിയാവുന്നവരാണ്. എനിക്ക് വളരെ കുറച്ച് അറിവേ ഉള്ളൂ. അറിയാവുന്നത് പറഞ്ഞു തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. വൈദ്യമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പൊ ഇപ്പൊ 2 ശ്ലോകങ്ങളിലാണ് നമുക്ക് പഠിച്ചത്. അപ്പൊ അതിൽ നമുക്കിപ്പോ മനസ്സിലായി കാണും. അതിന്റെ ഓരോ വരികളിലും ഓരോ അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു. ഓരോ കാര്യങ്ങൾക്കും ഡബിൾ മീനിങ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമാവുന്ന രീതിയിലുള്ളതാണ്. സോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. മനസ്സിലാവുന്നുണ്ട് പ്രഭു. വായിക്കാൻ പഠിപ്പിക്കും പ്രഭു. വായിക്കണം പ്രഭു. എല്ലാരും കൊണ്ട് വായിപ്പിക്കണം പ്രഭു. പ്രഭു ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു കാര്യം, യാദവർ 2 തരം എന്ന് പറഞ്ഞു. വിഷ്ണുകളും 2 യഥാർത്ഥത്തിൽ 4 തരം ഉണ്ട്. പക്ഷേ പ്രധാനമായ ബിഗർ ക്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ 2 വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൃഷ്ണികളും അന്ധകരെന്നും പ്രധാനമായിട്ടും എന്ന് വെച്ചാല് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാല് ഇവരാരും എന്തല്ല, ഈ യാദവരെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം കുരുവംശത്തിലെ പോലെ തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു മൊണാർക്കി അല്ല. മൊണാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജാവ് ഇരിക്കുന്നു, അദ്ദേഹം പറയുന്ന നിയമത്തിനനുസരിച്ച് അത്തരത്തിലുള്ള ഒരു സിസ്റ്റം അല്ല യാദവർക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നത്. യാദവര് ഒളിഗാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാൻ അനുസരിച്ച്, അതായത് എന്താ പറയുന്നത്, ക്ലാനിന്റെ മലയാളം എന്താ അറിഞ്ഞൂടാ, ഓരോ വിഭാഗങ്ങളായിട്ട് തിരിയുകയും അവരവരുടെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എല്ലാവരും ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്. ഗോത്രം, യെസ്, ഗോത്രം, കറക്റ്റ്. ഗോത്രം അനുസരിച്ചാണ് എന്ത് ചെയ്തത്, ഗോത്രം തിരിഞ്ഞ് അതിലൊരു മുഖ്യൻ ഉണ്ടാവും.
അപ്പം അവർക്കനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഭരണവും കാര്യങ്ങളും നടത്തി പോകുന്നത്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഡെമോക്രസിയെ കുറിച്ച് പറയുന്ന സമയം മനസ്സിലാക്കുക, നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇത് ഗ്രീസിലുണ്ടായതാണെന്ന്. അല്ല, ഡെമോക്രസി നമ്മൾ പറയും ഡെമോക്രസിയുടെ കളിത്തൊട്ടിൽ എന്നൊക്കെ നമ്മൾ പറയും ഗ്രീസിനെ. പക്ഷെ അല്ല, യഥാർത്ഥത്തിൽ പണ്ട് മുതലേ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് ഈ എന്താണ് ഡെമോക്രസി. ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആളുകളുടെ ഇച്ഛയനുസരിച്ച്, പ്രത്യേകിച്ച് ഭഗവാന്റെ ഈ യാദവ വംശം അത്തരത്തിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ആളുകളുടെ തീരുമാനങ്ങളെയും അതിന് എന്ത് ചെയ്യാം, അവർക്ക് വോട്ട് ചെയ്യാം, അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. പൂർണ്ണമായിട്ട് മൊണാർക്കി അല്ലായിരുന്നു. അപ്പം ഇങ്ങനെ വിഭാഗം ക്ലാനുകൾ അനുസരിച്ചാണ് എന്ത് ചെയ്തത് ഭരണം നടത്തി പോകുന്നിരുന്നത്. അപ്പം ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് വംശത്തിൽ ഒരാള് അച്ഛൻ എന്താണ് വൃഷ്ണികളുടെ കൂട്ടത്തിലുള്ള ആളും ഒരാള് ഇവര് രണ്ടുപേരും ഒരിക്കലും മിക്സ് ആകത്തില്ല. എന്താണ് പഴയ എന്താ യുഗങ്ങൾ പഴക്കമുള്ള ക്ലാനുകളായതുകൊണ്ട്, വംശങ്ങളായതുകൊണ്ട്, ഗോത്രങ്ങളായതുകൊണ്ട് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ല. ഒക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുന്നു, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ല. പക്ഷേ ഭഗവാന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാതാപിതാക്കൾ രണ്ടുപേരും രണ്ട് വംശത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നടുവിലുള്ള ഒരു പാലമാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ രണ്ട് ക്ലാനുകളാലും അക്സെപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ വിശാലമായ കരുത്ത് അത്തരത്തിലാണ്, അതുകൊണ്ടാണ് ലഭിക്കുന്നത്. യാദവരുടെ ചരിത്രം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ആദ്യത്തെ ശ്ലോകത്തിന്റെ ലാസ്റ്റ് തസ്യാത്മജാൻ ത്വയി തഥാ രഥാം ചലതോ വിബോധ്യം എന്നാണോ അതോ വിബോധും എന്നാണോ? വിബോധും എന്നാണ് കിടക്കുന്നത്, വിബോധും എന്നാണ്. ഇന്നത്തെ വിബോധ്യം എന്നാ, അതുകൊണ്ടാ ചോദിച്ചത്. ഹരേ കൃഷ്ണ. ചെറിയ ചില നിന്റെ ഈ കിടക്കുന്നത് എൻ്റെ ശ്രീപദ് നാരായണ സൗഗന്ധികം കമന്ററി എന്ന് പറഞ്ഞിട്ടുള്ള കമന്ററി ആണ് എൻ്റെ. ദേവി ബുക്ക് സ്റ്റോളിന്റെ പ്രിന്റാണ് എൻ്റെ ഉള്ളത്. അതിൽ വിബോധം എന്നാണ് കിടക്കുന്നത്. ചെറിയ ചില വ്യത്യാസം, എന്നാൽ വിബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ വ്യത്യാസം വരുന്നില്ല. വിബോധം എന്ന് പറഞ്ഞാൽ വിവാഹം എന്നല്ലേ പ്രഭു? വിബോധം എന്ന് പറഞ്ഞ വിവാഹം, വിബോധം. അതെ, ബന്ധം, വൈവാഹിക ബന്ധം എന്നാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ നമുക്ക് വളരെ നല്ലൊരു ഭാഗ്യം, നമ്മള് ക്ഷമയോടെ ഇരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ലൊരു എന്താ പറയാ നാരായണീയ ക്ലാസ്സിന് ഒരു ആചാര്യനെ കിട്ടിയിരിക്കുവാണ്. യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ടാലന്റഡ്. നമുക്കിനി പുതു ആൾക്കാരാണ് വേണ്ടത്. നമ്മളെ പോലെ, എന്നെ പോലെയുള്ള വയസ്സായ ആൾക്കാരൊക്കെ പെൻഷൻ കൊടുത്ത് വീട്ടിൽ ഇരുത്തണം, അല്ലേ മാതാജി? ഹരേ കൃഷ്ണ. അപ്പോ ക്ലാസ്സുകളെടുത്ത് തീരെ പരിചയമില്ലാത്ത ആളാണ്. നിങ്ങളൊക്കെ ഒരുപാട് എക്സ്പേർട്ടുകളാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ. എന്റെ ക്ലാസ്സുകളെല്ലാം ഓഫ്ലൈനാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, അതായത് ഈ പ്രത്യേകിച്ച് ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ആയിട്ട് 2-3 പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക എന്നോട്. ഹരേ കൃഷ്ണ.